സഹകരണ മേഖലയിൽ വായ്പാ നിക്ഷേപ അനുപാതം കുറയുന്നു. വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് മലയാള മനോരമ ഇന്ന് നൽകിയ വാർത്ത സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണ് മുപ്പത്തിടം സഹകരണ ബാങ്ക് സെക്രട്ടറിയായ PH സാബു. ഇന്നത്തെ കോപ്പ് ടോക്സുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ പോകുന്ന ഒരു വിഷയം സഹകരണ ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതത്തെ സംബന്ധിച്ചാണ്. ഇന്ന് അത്തരമൊരു പരിശോധന നടത്താൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. മലയാള മനോരമ പത്രത്തിൽ ഇന്ന് കണ്ട വാർത്ത, ബാങ്കുകൾ വിളിക്കുന്നു ഒരു വായ്പ എടുക്കൂ എന്ന് പറയുന്ന ഒരു ബിസിനസ് കോളത്തിലെ വാർത്തയുമായാണ് ഇന്ന് മലയാള മനോരമയുടെ സാമ്പത്തിക പേജ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ പറയുന്നു, സംസ്ഥാനത്തെ ബാങ്കുകളിൽ 1.5 ലക്ഷം കോടി രൂപ ആളുകൾക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി, ഈ വായ്പ കൊടുക്കാൻ കഴിയുന്ന 1.5 ലക്ഷം കോടി രൂപ വായ്പ കൊടുക്കാതെ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് വായ്പക്കാരെ ബാങ്കുകൾ മാടി വിളിക്കുകയാണ്. ഇതാണ് മലയാള മനോരമയുടെ വാർത്തയുടെ ചുരുക്കം. അതുകൊണ്ട് ഈ ബാങ്കുകൾക്ക് വായ്പ എടുക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിൽ ബാങ്കുകൾ സ്വാഭാവികമായും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അവയുടെ നിക്ഷേപം മാറ്റുന്നു എന്നാണ് മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിലെ ഹ്രസ്വ നിക്ഷേപങ്ങളിലേക്ക് ബാങ്കുകൾ അവയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുകയാണ്. ആളുകൾക്ക് വായ്പ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബാങ്കുകൾ ഈ സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുള്ളത്. 91,000 കോടി രൂപ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ RBI പുറത്തുവിട്ട കണക്ക് പ്രകാരം മ്യൂച്വൽ ഫണ്ടുകളിൽ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ബാങ്കുകളുടെ വളർച്ചാ നിരക്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന കണക്കും RBIയുടേതായി പുറത്തു വന്നിരിക്കുന്നു. 16% വളർച്ചാ നിരക്കിൽ നിന്നും 12% വളർച്ചാ നിരക്കിലേക്കുള്ള ഒരു താഴ്ച ബാങ്കുകളുടെ സാമ്പത്തിക വളർച്ചയിൽ അത് പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മലയാള മനോരമയുടെ വാർത്ത നമ്മളോട് പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ അവസ്ഥ എന്താണ് എന്ന പരിശോധനയാണ് കോപ്പ് ടോക്സുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 1600-ലധികം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. അവ പ്രധാനമായും സർവീസ് സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്നവയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ നിക്ഷേപം 1,28,000 കോടി രൂപയാണ് എന്ന കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അവയുടെ വായ്പയാകട്ടെ 94,000 കോടിയാണ്, അതായത് 73%. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ മേഖലയിൽ നിക്ഷേപ വായ്പാ അനുപാതം 73% മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തരളധന നിയമങ്ങൾ പ്രകാരം അവയുടെ നിക്ഷേപത്തിൻ്റെ 80% വരെ ഇടപാടുകാർക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് വായ്പയായി കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകളെങ്കിൽ 80% കൊടുക്കാൻ കഴിയുന്ന സ്ഥാനത്ത് 73% മാത്രമേ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ വായ്പാ നിക്ഷേപ അനുപാതമുള്ളൂ എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ സഹകരണ മേഖലയുടെ പൊതുസ്ഥിതിയെ സൂചിപ്പിക്കുന്ന ഒന്നാകുന്നു. ഈ സാഹചര്യത്തിൽ വേണം നമുക്ക് ഈ പുതിയ മാറ്റത്തെ സഹകരണ ബാങ്കുകളുമായി ചേർത്ത് വച്ച് പരിശോധിക്കാൻ. സഹകരണ ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതം കുറയുന്നതിന് പ്രധാനമായും കാരണമായ ചില കാര്യങ്ങൾ: സഹകരണ നിയമത്തിൽ വന്ന ചില ഭേദഗതികൾ, സഹകരണ ചട്ടത്തിൽ വന്ന ഭേദഗതികൾ, കേരളത്തിൽ കരുവന്നൂർ പോലുള്ള സഹകരണ ബാങ്കുകളിലുണ്ടായ ക്രമക്കേട്, ഇതെല്ലാം ചെലുത്തിയ സ്വാധീനം സഹകരണ മേഖലയിലെ നിക്ഷേപ വായ്പാ അനുപാതത്തിൻ്റെ കുറവിന് കാരണമായിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് പോലുള്ള ചില ബാങ്കുകളിൽ ഒരേ വസ്തു ഈടുവച്ച് നിരവധിയായ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും നിരവധിയായ ഗഹാനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ധാരാളം വായ്പകളും ബിനാമി വായ്പകളും എല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചു. ഈ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പലതും
വായ്പയുടെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നതാണ്. മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സഹകരണ വകുപ്പ് കൊണ്ടുവന്ന നിയന്ത്രണ നടപടികൾ വായ്പ പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒന്ന്, ഗഹാൻ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത് തന്നെ എളുപ്പത്തിൽ വായ്പ കൊടുക്കാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് തുടർച്ച ജാമ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് സഹകരണ സ്ഥാപനങ്ങൾ വായ്പ കൊടുത്തിരുന്നത് എങ്കിൽ ഗഹാൻ വന്നതോടുകൂടി നടപടിക്രമങ്ങൾ എളുപ്പമായി. ഒരു പ്രമാണത്തിൽ ഒരു ചാർജ് സൃഷ്ടിച്ചുകൊണ്ട് എളുപ്പത്തിൽ വായ്പ നൽകാൻ കഴിയുന്ന വ്യവസ്ഥയാണ് ഗഹാനുമായി ബന്ധപ്പെട്ടുള്ളത്. എത്ര ഗഹാനുകൾ വേണമെങ്കിലും നമുക്കൊരു വസ്തുവിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. എന്നാൽ പ്രായോഗികമായി കരുവന്നൂർ തന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, സംസ്ഥാനത്ത് നടക്കുന്ന ചില വെട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ സഹകരണ വകുപ്പ് ഒരു നല്ല നടത്തിപ്പ് രീതി എന്നുള്ള നിലയിൽ മൾട്ടിപ്പിൾ ഗഹാനുകൾ മേഖലയ്ക്ക് ഗുണകരമല്ല എന്ന സമീപനം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങൾ ഒരേ വസ്തുവിൽ ഒന്നിലധികം വായ്പ കൊടുക്കുക, MDS പോലുള്ള പദ്ധതികൾക്ക് ഈട് സ്വീകരിക്കുക എന്ന കാര്യങ്ങളിലെല്ലാം അവ നടത്തിയിട്ടുള്ള നിയന്ത്രണം മൂലം വായ്പയുടെ ഫ്ലോ സംസ്ഥാനത്താകമാനം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, പുതിയ നിയമചട്ട ഭേദഗതിയിൽ വാല്യുവേഷൻ നിബന്ധനകളിൽ കൊണ്ടുവന്ന ഭേദഗതിയും വായ്പയുടെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നതാണ്. ഒന്ന്, സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പൊതുവെ 50 ലക്ഷം രൂപ വരെ IMBP ഉള്ള സ്ഥാപനങ്ങളാണ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ. ചില സാഹചര്യങ്ങളിൽ അതിനപ്പുറത്തേക്ക് വായ്പാ പരിധി IMBPയെ അനുവാദം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. എന്നാൽ ഇന്ന് 10 ലക്ഷം രൂപ വരെ ഉള്ള വായ്പകളുടെ കാര്യത്തിലുള്ള മൂല്യനിർണ്ണയവും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ കാര്യത്തിലുള്ള വസ്തു മൂല്യനിർണ്ണയ രീതികളിലും വരുത്തിയ മാറ്റം പല സഹകരണ സ്ഥാപനങ്ങളുടെയും വായ്പാ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സെക്രട്ടറിയും മറ്റൊരു സൂപ്പർവൈസറി കേഡറിലുള്ള ഓഫീസറുമാണ് വാല്യുവേഷൻ നടത്തേണ്ടതെങ്കിൽ അതിനു മുകളിലുള്ള വായ്പകളുടെ കാര്യത്തിൽ റിട്ടയേർഡ് തഹസിൽദാർ, റിട്ടയേർഡ് PWD എഞ്ചിനീയർ, റിട്ടയേർഡ് സബ് രജിസ്ട്രാർ ഇതുപോലുള്ള വാല്യുവേറ്റർമാരെ ഈ വലിയ വായ്പകളുടെ വാല്യുവേഷന് വേണ്ടി നിശ്ചയിക്കുന്ന സഹകരണ നിയമചട്ട ഭേദഗതി വന്നതോടുകൂടി പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ സ്വാതന്ത്ര്യക്കുറവ് അനുഭവിക്കാൻ തുടങ്ങി. ഈ സ്വാതന്ത്ര്യക്കുറവിൽ നിന്ന് മുറിച്ചു കിടക്കാൻ അവ ചെയ്ത പല മാർഗങ്ങളിൽ ഒന്ന്, വായ്പ 10 ലക്ഷത്തിൽ കൂടുതൽ വസ്തു ഈടിന്മേൽ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് സംസ്ഥാനത്ത് ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വന്നപ്പോൾ IMBP 50 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബാങ്കുകളെല്ലാം പല ബാങ്കുകളും സൗകര്യാർത്ഥം ഈ റിട്ടയേർഡ് തഹസിൽദാർ അല്ലെങ്കിൽ റിട്ടയേർഡ് PWD എഞ്ചിനീയർ അല്ലെങ്കിൽ റിട്ടയേർഡ് സബ് രജിസ്ട്രാർ പോലുള്ള വാല്യുവേഷൻ സംവിധാനത്തിൽ നിന്ന് മുറിച്ചു കിടക്കാൻ വേണ്ടി ഈ രീതി സ്വീകരിച്ചതോടുകൂടി വായ്പാ വിതരണത്തിൻ്റെ വോളിയം നല്ല നിലയിൽ സഹകരണ മേഖലയിൽ കുറയുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. വായ്പാ നിക്ഷേപ അനുപാതം വല്ലാതെ കുറയുന്നു. നിക്ഷേപം സഹകരണ സ്ഥാപനങ്ങൾ കെട്ടിക്കിടക്കുന്നതിലേക്ക് ഈ പ്രതിസന്ധി ഒരുപക്ഷെ വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. മിച്ച സമ്പാദ്യങ്ങൾ വാണിജ്യ ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നിയമസാധുതയും ഇന്നില്ല. സ്വാഭാവികമായും അവയുടെ അപ്പെക്സ് ബാങ്ക് എന്നുള്ള നിലയിൽ അവയുടെ നിക്ഷേപം കൊണ്ടുപോയി കേരള ബാങ്കിൽ നിക്ഷേപിച്ച് വളരെ ചെറിയ പലിശയ്ക്ക് ആ നിക്ഷേപം നടത്തുന്ന സാഹചര്യത്തിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ മാറുമ്പോൾ ഈ വായ്പാ നിക്ഷേപ തോതിലുള്ള കുറവ് സഹകരണ സ്ഥാപനങ്ങളുടെ നഷ്ടത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ സംബന്ധിച്ച് വായ്പ പോകാത്ത സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളെ ആശ്രയിച്ചുകൊണ്ട് നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ സംബന്ധിച്ച് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെമഡി ഇല്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മറ്റൊന്ന് സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ RBI പോലുള്ള ഏജൻസികൾ സ്വർണ്ണ പണയ വായ്പയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒട്ടും താമസിക്കാതെ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. സ്വർണ്ണപ്പണയ വായ്പകൾ പുതുക്കി വയ്ക്കുക എന്ന് പറയുന്ന രീതിക്ക് RBI നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഒരു വായ്പ പലിശയും മുതലും എല്ലാം അടച്ച് പുതുക്കി 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ ഒരു സ്വർണ്ണപ്പണയ വായ്പ നൽകാൻ കഴിയൂ എന്ന് പറയുന്ന RBI നിബന്ധന ഇന്ന് വാണിജ്യ ബാങ്കുകളിൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ
സഹകരണ രജിസ്ട്രാർ RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാർ മിക്കവാറും കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുക. സ്വാഭാവികമായും സഹകരണ മേഖലയിലും സ്വർണ്ണപ്പണയ മേഖലയിൽ വായ്പാ മേഖലയിൽ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതും സഹകരണ മേഖലയുടെ നിക്ഷേപ വായ്പാ അനുപാതത്തെ വീണ്ടും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ മലയാള മനോരമ ഇന്ന് കൊണ്ടുവന്ന വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വാർത്ത സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്കും ബാധകമാണ്. സഹകരണ മേഖലയിലും ഈ പ്രതിസന്ധി ഇപ്പോൾ തന്നെയുണ്ട്. അത് വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അതുകൊണ്ട് തന്നെ വായ്പാ നയം സഹകരണ മേഖലയ്ക്ക് ഒരു തനത് വായ്പാ നയം വേണം. ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് സഹകരണ മേഖലയിൽ സംവാദം നടത്തണം. ആ അർത്ഥത്തിൽ നമുക്ക് ആ വിഷയം പ്രത്യേകമായി എടുത്ത് മറ്റൊരു കോപ്പ് ടോക്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മലയാള മനോരമ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള നിക്ഷേപ വായ്പാനുപാതത്തിൻ്റെ കുറവ്, ബാങ്കുകളിൽ നിക്ഷേപം കെട്ടിക്കിടക്കുന്നു, വായ്പക്കാരെ മാടി വിളിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിവിശേഷം സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചും ബാധകമായ ഒരു കാര്യമായി മാറുന്നു എന്നാണ് ഇന്നത്തെ കോപ്പ് ടോക്സുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം. സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി. ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം. മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക്. സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ, സഹകരണ നിയമചട്ട ക്ലാസുകൾ, സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം, ഇന്റേണൽ ഓഡിറ്റ്, സ്വർണ്ണ പരിശീലനം, വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി. വിളിക്കുക 9605890002.